നമുക്ക് ഈശോ നൽകുന്ന തിരുവചനത്തില് ദൈവത്തിന്റെ രക്ഷ എല്ലാ മനുഷ്യരും അറിയണം. അതായത് ദൈവത്തിന്റെ രക്ഷ ഒരു വീട്ടില് എത്ര പേരുണ്ടോ അത്രയും പേര് അറിയണം എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹം. കാരണം രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. അതായത് രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രം എന്ന് പറയും. നേരത്തെ കുറെ കാര്യങ്ങള് ഈ വചനത്തോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രിയിലെ ഭീകരത എന്ന് പറഞ്ഞാൽ എന്താണ്? പകൽ പറക്കുന്ന അസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നമ്മുടെ പ്രലോഭനങ്ങളും അല്ലെങ്കിൽ പ്രലോഭനങ്ങള്, നമ്മളെ എതിർക്കുന്നവര്, അങ്ങനെ അല്ലേ? അപ്പൊ രാത്രിയിൽ, അതായത് വിശ്വാസമില്ലാത്തവരുടെ ഇടയിൽ ജീവിക്കുമ്പോ രാത്രിയില്ല പകലെന്നില്ല, അല്ലേ? ഒരു വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയില് വിശ്വാസിക്ക് നിലകൊള്ളേണ്ടി വരാറുണ്ട് പലപ്പോഴും, അല്ലേ? രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രം എന്ന് പറഞ്ഞാല് രാത്രിയില് പകലും ഒക്കെ ഈ വിശ്വാസികള്, അതായത് ദൈവവിശ്വാസമില്ലാത്തവര്, ദൈവഭയമില്ലാത്തവര്, ദൈവസ്നേഹമില്ലാത്തവരെന്ന് പറഞ്ഞ ഒരു അങ്ങനെയുള്ള ഒരു ജീവിതങ്ങളിടയില് ഈ ദൈവസ്നേഹവും ദൈവാരാധനയും ദൈവ ഭയവും ഒക്കെ ഉള്ള ഒരു മനുഷ്യന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? വലിയ പ്രയാസമാണ്. കാരണം എപ്പോഴും അവഹേളനങ്ങളും ഈ പ്രാർത്ഥിക്കുന്ന പേരും പറഞ്ഞ് തന്നെ കുടുംബത്തില് ഭയങ്കരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അപ്പോ രാത്രിയിലെ ഭീകരത എന്ന് പറയുമ്പോൾ നമ്മള് ഒരു പൈശാചികതയുടെ ഇടയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ദൈവഭയമില്ലാത്തവരുടെ ഇടയില് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാല് പൈശാചികത തന്നെയാണ്. അപ്പോ അതിന് രാത്രി എന്നില്ല പകലെന്നില്ല, ഒരു അന്ധകാരാവസ്ഥ. രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധകാരാവസ്ഥയാണ്, അല്ലേ? വെളിച്ചമില്ലാത്ത അവസ്ഥ, പ്രകാശമില്ലാത്ത ഒരു അന്ധകാര അവസ്ഥ. അതായത് ദൈവീക ചിന്തയില്ലാത്തവന്റെ ഹൃദയത്തിന് എപ്പോഴും അന്ധകാരാവസ്ഥയായിരിക്കും, ഇരുട്ടായിരിക്കും. അത് ആത്മീയ അന്ധത എന്ന് പറഞ്ഞാല് നമ്മൾ പുറമേ കാണുന്ന എന്തോരം വെട്ടമുണ്ടെങ്കിലും ഒരു ദൈവീക ചിന്തയില്ലാത്ത ഒരു മനുഷ്യന് രാത്രിയും പകലും ഒരേപോലെ തന്നെയാണ്, അല്ലേ? ആത്മീയ അന്ധത പിടിച്ച ഒരു മനുഷ്യന് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. അപ്പോ പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ പേടിക്കേണ്ട. കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഭീകരമായ മോശപ്പെട്ട വാക്കുകള്, ദൈവനിഷേധാത്മകമായ ചിന്തകള്, പ്രവൃത്തികള്. ചില മനുഷ്യര് ബൈബിള് കത്തിച്ചു കളയുന്നു, ബൈബിള് വലിച്ചെറിയുന്നു, ബൈബിള് ഉപയോഗിക്കുന്ന ആൾക്കാര് തല്ലുന്നു, ആക്രമിക്കുന്നു, പീഡിപ്പിക്കുന്നു. ഇതെല്ലാം അതായത് ഭീകരതയാണ്, അല്ലേ? ഈ ഒരു ഭീകര അന്തരീക്ഷം. ഇപ്പൊ നമ്മള് വചനം അക്ഷരാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന സ്ഥലത്തെ എന്ന് പറഞ്ഞാല് നമ്മൾ അക്ഷരാർത്ഥത്തിൽ രാത്രി നടക്കുന്ന ഇരുട്ടിക്കൂടി പോകുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ആയിരിക്കും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത്. രാത്രിയിലെ ഭീകരതയെയും രാത്രിയിൽ എന്ന് പറഞ്ഞാല് ഇരുട്ടിന്റെ ഭീകരത എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് അന്ധത എന്ന് പറയുന്നത് നമ്മൾക്ക് കൺമുമ്പില് കണ്ണുണ്ടെങ്കിൽ എല്ലാം കാണാൻ പറ്റുന്നുണ്ടെങ്കിലും സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതങ്ങൾ എല്ലാവരും തന്നെ ഒരു അന്ധകാരാവസ്ഥയിലാണ്, അല്ലേ? ആണോ? സത്യം അറിയാതെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ ഒരു അന്ധകാരാവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളും അന്ധകാരാവസ്ഥയിലാണ്, അല്ലേ? അപ്പോ ജീവിച്ചിരിക്കുന്നത് അന്ധകാരത്തിലായിരിക്കാൻ വേണ്ടിയാണോ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്? അല്ല, പ്രകാശത്തിന്റെ മക്കളായിട്ടാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. പക്ഷെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ന് അന്ധകാരത്തിന്റെ മക്കളായി അവകാശികളായൊക്കെ ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്? അന്ധകാരത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, അല്ലേ? ദൈവിക നിയമങ്ങള് അനുസരിക്കാൻ പറ്റാത്തവരെല്ലാവരും ഇരുട്ടിനെ, ലോകത്തെ, ലൗകികതയെ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷെ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും അവർ അന്ധകാരത്തെ സ്നേഹിച്ചു. അപ്പോ എന്നിട്ട് പോലും ദൈവം പറയുന്നതിന്റെ കാര്യം എന്താണ്? നീ അതോർത്ത് വിഷമിക്കേണ്ട, ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളെ ഓർത്ത്
സങ്കടപ്പെടേണ്ട എന്നാ പറയുന്നത് അല്ലെ? അതെ. അതെല്ലാം അതിജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ കരുത്തുറ്റ സഹായം നമുക്ക് ഉണ്ടാകും എപ്പോഴും ഉണ്ട്. അല്ലെ? ആശ്രയിക്കുന്നത് നമുക്കൊരു വ്യക്തത വേണം. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നട്ടുച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യുഷ്ണമല്ലേ നമുക്കിപ്പോ? ഭയങ്കര ഉഷ്ണമല്ലേ അല്ലെ? ഭയങ്കര ഉഷ്ണം. അതെ. അതുപോലെ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധം പൈശാചികതയുടെ ശക്തി വരുന്ന ഒരു സമയമുണ്ടല്ലോ. അതായത് ചൂടിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയാണ് നട്ടുച്ച അല്ലെ? അതെ. രാത്രിയിലെ ചൂടൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ സൂര്യൻ ഏറ്റവും ഭയങ്കര ശക്തമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെയാണ് നട്ടുച്ചയ്ക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഭയങ്കരമായ ചൂടാണ്. ഇതിന്റെ നടുവിൽ നമുക്ക് ഇപ്പൊ ഈ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ചൂടായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈശോ പറയുന്നത് നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം എന്ന് പറഞ്ഞാല് ആരാണ്? വിനാശം എന്ന് പറഞ്ഞാൽ എന്താണ്? പിശാചിന്റെ നാശം ഉണ്ടാക്കുന്നത് ആരാണ്? പിശാച്. പൈശാചികതയെ നീ ഭയപ്പെടേണ്ട എന്നാ പറയണത്. വിനാശം എന്ന് പറഞ്ഞാല് നാശം കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, സാഹചര്യങ്ങളെ നീ പേടിക്കേണ്ട. എന്തുകൊണ്ടാ പറയണത്? നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം അല്ലെ? അപ്പൊ ഒരു പ്രതിസന്ധി ഒരു പ്രതിസന്ധികള് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം ഉണ്ടാവും. പക്ഷെ നീ അത് കണ്ടൊന്നും പേടിക്കണ്ട എന്നാ പറയണത് അല്ലെ? പ്രതിസന്ധികള് നമുക്ക്, അതായത് വിശ്വാസമില്ലാത്തവന്റെ നടുവില് എനിക്ക് വിശ്വാസിയായിട്ട് ജീവിക്കേണ്ടി വരണം. ദൈവഭയമില്ലാത്തവന്റെ നടുവില് ദൈവഭയത്തോടുകൂടി ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കാനായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടാവണം. ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ഹൃദയം, ദൈവത്തെ ആരാധിക്കാനായിട്ട് ആഗ്രഹമില്ലാത്ത ആളുകളുടെ ഇടയിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അത്യുന്നതന്റെ കൂടാരത്തിൽ വസിക്കുന്ന എന്ന് പറഞ്ഞ് തുടങ്ങണത് തന്നെ അല്ലേ? അപ്പോ ഓരോ വചനവും, അതായത് സങ്കീർത്തനം 91 വായിക്കുമ്പോ നമ്മള് ഒന്നാമത്തെ വചനം, ഓരോ വചനത്തോട് 16 വാക്യങ്ങളില് 15 വാക്യങ്ങളും തൂങ്ങിക്കിടക്കുന്നത് ഒന്നാമത്തെ വചനത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് അല്ലേ? ഈ ഒന്നാമത്തെ വചനം വിട്ടു കളഞ്ഞാൽ പിന്നെ ഈ 15 വചനത്തിനും വാല്യൂ ഇല്ല അല്ലേ? ഉണ്ടോ? അതാണ് ഈ സംരക്ഷണം കിട്ടുന്നതിനുടെ സോഴ്സ്. 15 വചനത്തിന്റെ സംരക്ഷണം കിട്ടുന്നത് ഒന്നാമത്തെ വാക്യത്തിന്റെ ശക്തിയിൽ നിന്നാണ്. അപ്പോ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സാധിക്കാത്തതൊന്നുമില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ കൂടാരത്തിൽ ഞാൻ കയറി ജീവിക്കുന്നത് അല്ലെ? ആ ഒരു തിരിച്ചറിവോടുകൂടെ ജീവിക്കുവാൻ പ്രത്യേകമായിട്ട് വിശ്വാസികളുടെ ഒരു വലിയ വളർച്ച ഈ കാലഘട്ടത്തിൽ 2024 നമ്മള് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് അത് കിട്ടണം ഇത് കിട്ടണം, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കണമെന്നല്ല. കർത്താവെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഒന്നാമതെടുത്ത് വെക്കേണ്ട ഒരു ചിന്തയാണ്, പ്രാർത്ഥനയാണ്. കർത്താവെ, വിശ്വാസികളുടെ വിശ്വാസം വിശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി നോക്കിക്കോ, കർത്താവ് പ്രാർത്ഥനയ്ക്കുള്ള ശക്തി പുറപ്പെടുവിച്ചിരിക്കും, പ്രാർത്ഥനയോട് പ്രത്യുത്തരിച്ചിരിക്കും. മനസ്സിലായോ അല്ലേ? നിങ്ങൾ അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. കർത്താവെ, എന്താണ്? വിശ്വാസികളുടെ വിശ്വാസത്തെ വിശുദ്ധീകരിക്കണമേ അല്ലെ? വിശുദ്ധിയുള്ള വിശ്വാസത്തിനാണ് കൂടുതൽ പവർ ഉള്ളത് അല്ലെ? വിശ്വാസത്തിന് ദുർബലത ഉണ്ടെങ്കിൽ അടുത്തത് വരുന്ന പ്രശ്നം എന്താണ്? ഭയം ഉണ്ടാവും. അവിടെയാണ് ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് നമ്മൾ തട്ടിയിടാനും തകർക്കാനും എളുപ്പമാണ്. ഭയമില്ലാത്തവന്റെ മുമ്പിൽ എന്തൊക്കെ കിടന്ന് കാണിച്ചാലും അവൻ ഭയപ്പെടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് അവിടെ നിൽക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് ഇല്ല, അവൻ ദുർബലനാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കാം, പക്ഷെ വിശുദ്ധിയുള്ള വിശ്വാസത്തിനാണ് ശക്തിയുള്ളത്. നമുക്കതിനു വേണ്ടി നമുക്ക് ഈ നോമ്പുകാലത്തിൽ പ്രത്യേകമായിട്ട്
നോമ്പ് കാലം അല്ല, നമുക്ക് ഇനി 2024 പ്രത്യേകമായിട്ട് ഈശോ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ വിശുദ്ധീകരിക്കണമേ. എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? അതെ. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും മനസ്സിൽ കരുതൽ. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. മണിയമ്മ വായിക്കും. വായിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 46 മുതൽ 55 വരെയുള്ള വചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഭക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധമ്മ പറയുകയാണ്, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നുവെന്ന്. അതായത് ഒരു മുന്നറിയിപ്പാണ് അല്ലേ? അല്ലേ? ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു എന്താണ്, ഇപ്പൊ ആധാരം എടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോണെന്ന് ഓരോ കാര്യങ്ങളെ കുറിച്ചും നമുക്കൊരു മുന്നറിയിപ്പുണ്ട്. ഇല്ലേ? അല്ലേ? ഈ കോമൺ ആയിട്ടുള്ള ഈ ലൈഫില് മെയിൻ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാവരുടെയും കയ്യിലുള്ള സാധനമാണ്. ആധാർ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കാത്തൊരവസ്ഥയിലായി. എന്താണ് അതൊരു എല്ലാത്തിന്റെ ഒരു എൻട്രിയാണ്. അല്ലേ? ആണോ? അതെ അതെ. കേൾക്കാവോ കൃത്യമായിട്ട്? കേൾക്കുന്നുണ്ട്. റെസ്പോണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത്. അപ്പൊ അതായത് നമ്മൾക്ക് ഇപ്പൊ നമുക്കറിയാം, നല്ല ഭയങ്കരമായ വെയിലിൽ ഇപ്പൊ വെയിൽ കൊള്ളാൻ പറ്റാത്ത ഒരാള് ഭയങ്കരമായിട്ടൊരു വെയിൽ കൊള്ളേണ്ട സാഹചര്യം വന്നു. അപ്പോ ആ ശരീരം അതിന് പ്രതികരിക്കും. എന്താണ് അതിന് താങ്ങാൻ പറ്റാത്ത, അതായത് അവരുടെ ആ വ്യക്തിയുടെ, ഇപ്പൊ ഞാനൊക്കെ വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയായിരിക്കും, പിന്നെ ഭയങ്കരമായിട്ട് കരിവാളിച്ച പോലെ ആയിരിക്കും. അപ്പോ ഞാൻ മുൻകരുതലെടുക്കും. എന്ത്? കുട ഉപയോഗിക്കും. അല്ലേ? വണ്ടിയിൽ പോകുമ്പോ നമുക്ക് കുടയൊന്നും വേണ്ട. അല്ലാതെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മള് ഓരോ കരുതലുകൾ, അല്ലെ? നമ്മളിപ്പോ ആരോഗ്യസ്ഥിതി, പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോ നമ്മൾ കയ്യിൽ കരുതും, മെഡിസിൻസ് ഒക്കെ കരുതും. അല്ലെ? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയണത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോ ഈ മുൻകരുതലെടുക്കും. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധമ്മ ലോകത്തോട് പറയാണ്, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കും. ഇതൊരു മുൻകരുതലും ഒരു പ്രത്യേകമായ ഒരു തിരിച്ചറിവുമായിരിക്കണമെന്ന്. അല്ലെ? അപ്പൊ ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കാൻ കാരണമുണ്ടാകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നതിന് അഹങ്കാരമുണ്ട്. എന്തുകൊണ്ടാണ് അഹങ്കാരം വരുന്നത്? എല്ലാം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വരുമ്പോഴാണ് അഹങ്കാരം വരുന്നത്. എന്താ? എനിക്ക് എല്ലാം ഉണ്ട്, ഞാൻ എല്ലാം തികഞ്ഞവളാണ്. അതാണ് ഞാനെന്ന ഭാവം തലപൊക്കുമ്പോ അതിൽ നിന്നും വരുന്ന ഒരു പ്രത്യേകമായ സ്വഭാവ ഗുണമാണ് എന്ത്? അഹങ്കാരം. ഈ അഹങ്കാരം ഹൃദയത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അറിയും. അല്ലെ? ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവനെ കർത്താവ് ചിതറിക്കും. അപ്പൊ ഹൃദയത്തിൽ വിചാരിക്കുമ്പോ തന്നെ അഹങ്കരിക്കുന്നവനെ ചിതറിക്കുന്നവന്. അപ്പൊ അഹങ്കാരം പുറത്തേക്ക് വരണ്ട, അതിനു മുമ്പേ കർത്താവ് ചിതറിക്കാൻ പണി കൊടുക്കും. അപ്പൊ നമ്മൾ നടന്നു പോവാണ്.
അപ്പോ ആ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ പടയൊരുക്കമുള്ളതെന്ന് ഞാനും ഹൃദയം തന്ന ആളും മാത്രമേ അറിയുള്ളൂ അല്ലെ? അതെ ആ ഹൃദയം തന്ന ആളാരാണ്? ദൈവം. ആ ദൈവം. ഓണർഷിപ്പ് എല്ലാത്തിന്റെയും ദൈവത്തിന്റെ കയ്യിലാണ് അല്ലേ? അതെ അതെ അതെ. നമുക്ക് ഹൃദയം നമ്മുടെ സ്വന്തമാണോ? അല്ല അല്ല. ശരീരം നമ്മുടെ സ്വന്തമാണോ? അല്ല. ഭൂമിയിൽ നമുക്ക് എന്തെന്നാ സ്വന്തമായിട്ടുള്ളത്? കുറച്ച് പാപങ്ങളും. ഒന്നുമില്ല. ഒന്നുമില്ല. പാപം പാപം പാപം. ആ പിന്നെ വേറെന്താ ഉള്ളെ? ദൈവത്തോടുള്ള വിശ്വാസം. സ്വന്തമായിട്ട് എന്തെന്നാ ഉള്ളത്? വിശ്വാസമൊക്കെ ദാനമായിട്ട് കൃപയാൽ അത് നിങ്ങൾക്ക് ദാനമായിട്ട് തമ്പുരാൻ നിങ്ങൾ തന്നതല്ലേ നമുക്ക്. വിശ്വാസമൊക്കെ ദാനമായി തന്നതാണ്. ദാനമായിട്ട്. അപ്പൊ എന്തെന്നാ ഉള്ളത് ഈ ഭൂമിയില്? നമുക്ക് എന്തെന്നാ ഉള്ളത് അപ്പൊ? സ്വന്തം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല അല്ലെ? ഒന്നുമില്ലാത്ത മനുഷ്യരാണ് ഇത്രമാത്രം അഹങ്കരിക്കണത് അതെ അല്ലെ? ഈശോ തന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ഭൂമിയില് ദൈവത്തിന്റെ ഔദാര്യത്തിൽ കൂടി തന്നെ തന്നേക്കാണ് സമയം. നമുക്ക് സമയം തന്നിട്ടുണ്ട് അല്ലേ? സമയം ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കയ്യിൽ നിന്നും നമ്മള് കരുണ കൊണ്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതെ അതും ദൈവത്തിന്റെ ദാനം തന്നെയാണ് അല്ലെ? ആയുസ് നീട്ടുക എന്നുള്ള ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെങ്കിലും അതില് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ? നമുക്കത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഇപ്പൊ നമുക്ക് ഹൃദയം നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഉപയോഗിക്കാം. പക്ഷെ ഹൃദയം പ്രതികരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഫുഡ് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ കഴിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? രോഗാവസ്ഥയിലേക്ക് വരുമ്പോ നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യ ഹെൽത്ത് പ്രോബ്ലം വരുമ്പോഴേക്കും ഹൃദയം കൊണ്ട് ചെക്കപ്പിന് കാണിക്കും. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നേക്കുന്നത്, അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോ ഹൃദയത്തിന്റെ സ്വാതന്ത്ര്യം കഴിഞ്ഞു അല്ലേ? പക്ഷേ നമുക്ക് എന്നാലും സമയത്തിന്റെ സ്വാതന്ത്ര്യം ദൈവം കൈയേറ്റം ചെയ്യാറില്ല അല്ലെ? ദൈവം ഒന്നിനും കൈയേറ്റം ചെയ്യാറില്ല. അതുകൊണ്ടാണ് മനുഷ്യർ ഇത്രയും വഷളായത് അല്ലേ? അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോ വളരെ മോശമായ ജീവിതത്തിൽ കൂടി രോഗാവസ്ഥയിൽ കൂടി പോയിട്ടും ഒരു മനസ്സിന്റെ മാറ്റങ്ങൾക്ക് പരിവർത്തനങ്ങൾ അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ ബെഡ്രിഡനായി കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അല്ലേ? ഉണ്ടോ? എത്രയോ എന്താണ് വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണ്. പക്ഷെ അഹങ്കരിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അല്ലെ? ഭിക്ഷ യാചിക്കുന്നവരുടെ ഇടയിൽ പോലും ഭയങ്കര അഹങ്കാരികളുണ്ട്. അഹങ്കാരത്തിന്റെ ഭീകരത ആക്രമണം നടത്തുന്നവരുണ്ട്. ഇതെല്ലാം എവിടെന്നാ കിട്ടുന്നവർക്ക്? ദൈവം ദാനമായി കൊടുത്ത സ്വാതന്ത്ര്യമുള്ള സമയത്തിൽ നിന്നാണ് അല്ലേ? അപ്പോ ദൈവത്തിന് തരാൻ പറ്റുന്നതെല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ ദൈവം ഒന്നും അതിനെ എന്താണ് കയ്യേറ്റം ചെയ്യാത്തതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ കയ്യേറ്റം ചെയ്യുകയാണ്. അപ്പൊ ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ദാനമാണത്. നമുക്ക് സ്വന്തം എന്ന് പറയാം അല്ലെ? ഈ ആയുസ്സിൽ കൂടി കിട്ടുന്ന അവസരങ്ങൾ കൂടിയാണ് നമ്മളെല്ലാം കറക്റ്റ് ചെയ്യുന്നതും നന്നാക്കുന്നതും മോശമാക്കുന്നതും അല്ലേ? നമുക്ക് ഈ സമയം ഉപയോഗിച്ചാലേ നമ്മൾ നന്നാകുന്നതും മോശമാകുന്നതും. അപ്പൊ അത് നമ്മുടെ അണ്ടറിലാണ് ഒരു നല്ലൊരു ശതമാനത്തിൽ. അത് ദൈവം അനുവദിക്കുന്നതാണെങ്കിലും ദൈവം അത് എന്നെ വിട്ടു തന്നേക്കുകയാണ്. അതെന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ അല്ലെ? കർത്താവ് പറഞ്ഞ ജീവനും മരണവും മുന്നിൽ വെച്ച് തന്നിരിക്കുന്നു. പിന്നെന്താ തന്നിരിക്കുന്നത്? ജീവനും മരണവും നന്മയും തിന്മയും. നന്മയും തിന്മയും. ഈ നന്മയും തിന്മയും ജീവനും മരണവും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? അല്ല, സമയം അല്ലേ? സമയത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ആയുസ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് അല്ലെ? നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചോ, ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചോ. സെലക്ഷൻ നിന്റേതാണ് എന്ന് കർത്താവ് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ കൊടുക്കുവോ?
നമ്മുടെ മാതാപിതാക്കള് കൊടുക്കോ? ഇല്ല. നമ്മള് കൊടുക്കില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം എല്ലാം രുചിച്ചു നോക്കാനുള്ള സമയം തരുന്നുണ്ട് ഈ ഭൂമിയിൽ വെച്ച്, അല്ലേ? അതെ. അതില് ദൈവം കൈവെക്കാറില്ല. എന്തുകൊണ്ടാ? അറിയണം. സമയം കൊണ്ടല്ല എല്ലാ കാര്യങ്ങളും അറിയണത്. അതെ. അല്ലെ, നമ്മളിപ്പോ ഒരു 60 വയസ്സ് വരെ ജീവിച്ചിട്ട് 60 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിട്ടും ദൈവത്തെ അറിയാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കി എന്നുള്ളതല്ലേ? അതെ. അപ്പോ എന്തുകൊണ്ടാണ്? അപ്പൊ ദൈവത്തിന്റെ അതുകൊണ്ടാണ് ഹൃദയത്തില് വിചാരമില്ല. അപ്പോ ദൈവവിചാരമില്ലാത്തവന്റെ ഹൃദയത്തിൽ അഹങ്കാരമാണ്. അതോ നോർമൽ അല്ലേ? ദൈവവിചാരമില്ലാത്തവന്റെ ഹൃദയത്തില് ദൈവമില്ലെങ്കിൽ പിന്നെ ആരാ ഉള്ളത്? പിന്നെ പിശാചിന്റെ വിചാരങ്ങള്, അവന്റെ ചിന്തകൾ. ദൈവമില്ലെങ്കിൽ പിന്നെ പിശാചാണ് ആ വിചാരത്തിൽ കയറിയിരിക്കുന്നത്, അല്ലെ? വേറെ ആരും കയറിയിരിക്കൂല. ലോകം അല്ലെങ്കിൽ ദൈവം. ദൈവത്തിന് അപ്പൊ ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ് ഹൃദയത്തില് ലോകത്തിന്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തില് കയറി വരുന്നത്. അപ്പോ ലോകം തരുന്ന മേഖലകളിൽ ഒന്നാം സ്ഥാനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത്? അഹങ്കാരം. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നത്. അങ്ങനെ അഹങ്കരിച്ചാണ് ഒരുപാട് ആത്മീയരുടെയും ഭൗതികരുടെയും ലൗകികരുടെയും ജഡികരുടെയും എല്ലാവരുടെയും നാശത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഹൃദയ വിചാരത്തില് അഹങ്കാരം വേര് പിടിച്ച് നമുക്കറിയാം. ഒരു ചെറിയ വേരാണ്, ഒരു ചെറിയൊരു പുല്ലാണെങ്കിൽ നമുക്ക് എടുത്ത് പറിച്ചു കളയാൻ എളുപ്പമല്ലേ? നമ്മൾ ആ പുല്ലിനെ ഒരു മാസം ആ വശത്തോട്ട് നോക്കാതെ നോക്കിയേ, കാടാവും. നമ്മളീ പുല്ല് പറിക്കുന്ന പോലെയാണോ കാട് പറിക്കുന്നത്? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ. പുല്ല് ചെറിയൊരു കാര്യം വരുമ്പോ നമുക്ക് അയ്യോ, അത് നമുക്ക് പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അതിന്റെ പാത തെറ്റാണ് എന്ന ഉടനെ തന്നെ അത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമുക്കതിനെ തിരുത്താൻ സാധിച്ചാല് നമുക്ക് പരിക്കില്ലാതെ രക്ഷപ്പെടാൻ പറ്റും, അല്ലേ? ഇത് വലിയ വടവൃക്ഷം ആയിക്കഴിഞ്ഞ് വെട്ടി മാറ്റാനായിട്ട് ഭയങ്കര പാടാ. ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച്, മണിക്കൂറുകൾ കഴിയുന്നതനുസരിച്ച്, വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ഈ അഹങ്കാരത്തിന് അടുപ്പം കൂടും, അല്ലെ? ഒരാള് കുടുംബ ബന്ധങ്ങളില് അവൻ വരട്ടെ ഇവൻ വരട്ടെ, അല്ലെങ്കിൽ അവരല്ലേ മുമ്പിൽ വരുന്നത്, അല്ലെങ്കിൽ അവരല്ലേ എന്റെ മൂത്തത്, ഇവരല്ലേ എന്റെ ഇളയത് എന്നൊക്കെ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഭയങ്കര ഈഗോയാണ്. ഈഗോയുടെ ആൾരൂപങ്ങളായിട്ടാണ്. അല്ല, ഈഗോ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണോ എന്ന് ഒന്നും ഓർത്തു പോകും. അല്ലെ, ഈഗോ എന്നൊരു മൃഗങ്ങൾക്ക് അത്ര ഈഗോ ഒന്നുമില്ല, അല്ലേ? മൃഗങ്ങൾക്ക് ഈഗോ ഉണ്ടോ? ഇല്ല. മൃഗങ്ങൾക്ക് ഹൃദയങ്ങൾക്കൊരു മനുഷ്യരോട് ഇപ്പൊ ഞാനിപ്പോ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണുമ്പോ ഈ അതായത് മനുഷ്യനേലും ഒരു 2 ഇരട്ടി വലിപ്പമുള്ള സിംഹം മനുഷ്യനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഭയങ്കര രസമായിട്ട് അവര് വളർത്തുന്നു, അവര് കളിപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു. എന്താ നമുക്ക് കണ്ടാ പേടിയോ? പക്ഷെ ഇവരൊന്ന് അവര് ഈ മൃഗങ്ങള് സിംഹങ്ങളൊക്കെ ഒരടിക്കില്ല മനുഷ്യൻ, അല്ലെ? അവരുടെ മാത്രം വലിയൊരു ജീവിയല്ലേ ആന ഈ ചോട്ടി കിടന്നിട്ടാണ് ആനപ്പാപ്പം കിടന്നുറങ്ങുന്നത്, അല്ലെ? അത്രമാത്രം വിശ്വാസമാണ് ആ വ്യക്തിക്ക് ആ മൃഗത്തോട്. അതുകൊണ്ടാണ് അങ്ങനെ. അല്ലെങ്കിൽ കഥ കഴിഞ്ഞു, അല്ലേ? അപ്പൊ ഈ ലോകത്തില് അത്രമാത്രം ഹൃദയത്തിൽ അഹങ്കരിക്കുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ മനുഷ്യനാണ്. അതിലൊരു സംശയമില്ല. അതുകൊണ്ടാണ് അവന്റെ അവസാനം ഭീകരമായി മാറുന്നത്, അല്ലെ? മൃഗങ്ങൾ മരിക്കുമ്പോ മൃഗങ്ങളുടെ ആത്മാവ് നരകത്തിൽ പോയി എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോയി എന്നുള്ള ചരിത്രം ഒത്തിരി ജീവിതങ്ങൾ കൊണ്ട്, ചരിത്രങ്ങൾ കൊണ്ട്, വിശുദ്ധരുടെ ചിന്തകൾ കൊണ്ട്, വിശുദ്ധരുടെ അനുഭവങ്ങൾ കൊണ്ട് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് വചനത്തിൽ കൂടി, അല്ലെ? മനുഷ്യരെ മാത്രമാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്, മൃഗങ്ങളെ പറഞ്ഞിട്ടില്ല, അല്ലെ? അപ്പോ ഈ ഹൃദയത്തില് അഹങ്കാരം നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം
24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയത്ത് ചിലവര് ഉറങ്ങുന്ന സമയത്തും ഭയങ്കര ഗമ കാണിച്ചായിരിക്കും ഉറങ്ങുന്നത്. അല്ലേ അല്ലേ? പലപ്പോഴും എന്താണ് അവരുടെ സ്റ്റാറ്റസ് ഒക്കെ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കുള്ളൂ. ചില മനുഷ്യർ അങ്ങനെ ഈ യാത്രകളിലൊക്കെ പോകുമ്പോ ഭയങ്കര എന്താണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടായിക്കളയും. ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും പിന്നെ എന്താ ചില ആളുകൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ അവരുടെ സ്റ്റാറ്റസ് എന്താണെന്ന്. അവരാരാണെന്ന് നമുക്കറിയില്ല. നമ്മൾ സാധാരണ ഒരു വ്യക്തി ഇപ്പൊ നമ്മളെ പോലെ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്ന ആളായിട്ട് നമ്മൾ അവരെ കാണാറില്ല. പക്ഷെ അവര് ചിലപ്പോൾ വലിയ വലിയ ഉദ്യോഗസ്ഥരോ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് അറിയേണ്ട വിഷയമില്ല, അല്ലേ? നമ്മൾ അറിയേണ്ട വിഷയമാണ്. അപ്പൊ നമ്മള് സാധാരണ നോർമൽ മനുഷ്യ അവർക്കപ്പോ, പക്ഷെ അവരുടെ ഉള്ളിൽ ആരാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർക്ക് അത് അങ്ങനെ ഉൾക്കൊള്ളാനൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും, അല്ലേ? ചിലപ്പോ അവരായിരിക്കുന്ന സീറ്റിന്റെ അടുത്തൊക്കെ പോയിരിക്കുകയോ കാല് വെക്കുകയോ ഒന്നും ചെയ്തു കഴിഞ്ഞാല് അത് ട്രെയിനിനേക്കാൾ ഉപരി ഫ്ലൈറ്റിൽ നല്ല ഇതായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഫ്ലൈറ്റിലാകുമ്പോ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഇത്തിരി കൂടി ഇപ്പൊ ഇത്തിരി പൊങ്ങിയായതുകൊണ്ട് അതുപോലെ അഹങ്കാരത്തിന് പൊക്കം കൂടും. അല്ല, നമ്മളൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്നും അല്ലാത്ത പോലെ, അവരൊക്കെ എന്തോ വലിയ പോലെ അല്ല, തോന്നും. അങ്ങനെ ചിന്തിക്കണ്ട. നമ്മള് അവർ കൊടുത്ത ഫ്ലൈറ്റിലെ ടിക്കറ്റിന്റെ അതേ മൂല്യം തന്നെ നമ്മൾ കൊടുത്തെങ്കിലും നമ്മള് കൊടുത്തിട്ടുണ്ട്. അതെ അതെ. എന്നാലും സിസ്റ്റർ പറഞ്ഞ പോലെ അവരുടെ ഇരിപ്പും ഭാവവും നോട്ടം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഏതാണ്ടും ഒന്നും ഇല്ലാത്ത പോലെ. അതെന്തുകൊണ്ടാന്നാണ് വിചാരിക്കണത്. ഹൃദയത്തില് സംഭവം ഉള്ളെന്ന്, ഇവർക്ക് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് നമുക്ക് അപ്പത്തേനും മനസ്സിലാക്കാൻ പറ്റും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇത് എന്താണ് ഈ മരിച്ചു കഴിഞ്ഞാൽ എത്ര കോടീശ്വരനാണെങ്കിലും പിച്ചക്കാരനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ എവിടെയാണെങ്കിലും ദഹിച്ച് ഒന്നുമല്ലാണ്ടായി തീരുന്ന മനുഷ്യരാണ്, അല്ലേ? അല്ലെ? അവസാനം ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ തുണി പോലും ഉണ്ടാവില്ല. ഇവിടെ എന്താണ് എത്ര ഭയങ്കര ഗംഭീരമായിട്ട് നമ്മളെ പറഞ്ഞു അയച്ചാലും അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം അഴിച്ചു മാറ്റി. എലിസബത്ത് രാജ്ഞി മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റാൻ പറഞ്ഞു. സാധാരണ നോർമൽ വ്യക്തിയായിട്ട് ആണ് അവസാനം ആ ഫ്യൂണറൽ ടൈമില് ആ സമയങ്ങളെല്ലാം കടന്നുപോയി കുദാശകളൊക്കെ ചെയ്തത്. അപ്പോ അവസാനം ഒന്നുമല്ല, വെറും തൃണം, വെറും നിസ്സാരയാണ്, വെറും ഒന്നും അല്ലാത്തൊരു. പക്ഷെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന എത്ര 100 വയസ്സായാലും 120, ഇപ്പൊ 100 കഴിയുമ്പോൾ ആളുകൾ അഹങ്കരിക്കുമോ എനിക്ക് 100 പക്ഷെ അവന്റെ ഹൃദയത്തിൽ 100 വർഷത്തിന്റെ അഹങ്കാരത്തിന്റെ ഭാണ്ഡമായിട്ടാണ് അവൻ ജീവിക്കുന്നത്, അല്ലേ? അതിന്റെയൊക്കെ പിഴ ആര് പരിഹാരം ചെയ്യും? ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമോ? അവര് വിചാരിക്കും 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന വലിയ ക്രെഡിറ്റ് ആണെന്നാ, അല്ലെ? ഭൂമിയിൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന അനുസരിച്ച് ഭാണ്ഡങ്ങളുടെ ഭാരവും കൂടുന്നുണ്ടെന്ന് നമ്മൾ അറിയണില്ല. ഞാനൊക്കെ പറയാറുണ്ട്, കർത്താവ് 1 വർഷം നേരത്തെ പോകാമെങ്കിൽ അത്രയും. പക്ഷെ ഇടയ്ക്ക് ഇച്ചിരി പേടിയൊക്കെ വരും. കർത്താവ് ചെയ്യേണ്ട കാര്യം, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാല് കർത്താവ് പറഞ്ഞൊരു വചനം ഉണ്ടല്ലോ, കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാവണേന്നാണ് എന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന മരിക്കുന്ന സമയത്തെ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? ദൈവം വന്നിട്ട് ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായി ജീവിച്ചിട്ട് മരിക്കുമ്പോ പറഞ്ഞൊരു വാക്കാണ് എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോ നമുക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വേസ്റ്റാണ്. പൂർത്തിയാക്കാണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു ചായ ഇട്ടിട്ട് അത് പകുതി വെള്ളം ചൂടായേ ഉള്ളൂ, എന്നിട്ട് ചായപ്പൊടി ഇട്ട് അതിന് ടേസ്റ്റ് ഉണ്ടാവും? ഇല്ല, അത് പൂർത്തിയായിട്ടില്ല. ഇപ്പൊ ഭക്ഷണം ചോറ് വെച്ചു, ചോറ് പകുതി വേവായി എടുത്തു കഴിഞ്ഞാൽ അടിയായിരിക്കും, പിന്നെ കലഹമായിരിക്കും, അല്ലേ? ചെയ്യുകയും ചെയ്തു. ഇതുപോലെ നമ്മൾ ഈ വയസ്സാകുന്നതനുസരിച്ച് നമ്മുടെ അപ്ഡേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എങ്ങനെ, ഇപ്പൊ ജോലി സംബന്ധമായിട്ടാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അപ്ഡേഷൻ ഉണ്ട്, അല്ലെ? എല്ലാ കാര്യത്തിനും അപ്ഡേഷൻ ഉണ്ട്. ഈ അപ്ഡേഷനാണ് പൂർത്തിയായെന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും കാര്യം ഫില്ല് ചെയ്തിട്ട് അപ്ഡേഷൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ കാര്യം? പൂർത്തിയായിട്ടില്ല, അത് കറക്റ്റ് അല്ല എന്നാണ് തെളിയിക്കുന്നത്. നമ്മൾക്ക് എന്താ ഇതിനൊക്കെ ഉത്തരം പറയാനായിട്ട് നമുക്കൊക്കെ പറ്റുമോ? പറ്റില്ല. കർത്താവിന്റെ ഹിതം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ഈശോ തരുന്നൊരു വചനഭാഗം ഇതിനോട് ചേർന്നൊരു വചനഭാഗമാണ്. പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, എന്ന് സംസാരിക്കുന്നുണ്ട്. എങ്കിലും അത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു വചനഭാഗം, നമുക്ക് സമയമില്ലാതെ എങ്കിലും കർത്താവ് പറയണ
കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. അപ്പൊ നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴിയാണത് അല്ലെ? വാക്യം ഏതാ? പ്രഭാഷകൻ 1-ാം അധ്യായത്തില് 13-ാമത്തെ തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകത്തില് പറയുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കണ്ടോ? അത്രയും ചെയ്താൽ മതി, അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. സങ്കീർത്തനത്തിൽ എന്താ പറഞ്ഞത് നമ്മള്? ദൈവഭയമില്ലാത്തവന്റെ ഇടയിൽ ജീവിക്കാൻ ഭയങ്കര പ്രയാസമെന്നല്ലേ പറഞ്ഞേ? അപ്പൊ കർത്താവിന്റെ വചനം നമ്മളോട് സംസാരിച്ചതും അത് തന്നെയാണ്. എന്ത്? കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. അവന്റെ ദിവസം പ്രേഷ്യസ് ആയിരിക്കും. അവന്റെ ദിവസം, അവന്റെ മരണ ദിവസം ലോകം പറയും അല്ലെ? ഈശോ മരിച്ചപ്പോ എന്താ പറഞ്ഞത്? ശപിക്കപ്പെട്ടവൻ. മരണത്തിന്റെ ഭീകരമായ വേദനയിൽ കൂടി മരണവെപ്രാളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്കറിയാല്ലേ. നമ്മളൊരിപ്പോ എന്തവസ്ഥയിലെ ജീവിതമാണെങ്കിലും മരണവെപ്രാള സമയത്ത് നമ്മൾ മൗനമായിരിക്കും ഇല്ലേ? ഉള്ളിലൊരു കിടിലം കൊള്ളുന്ന വേദനയോടുകൂടി ആയിരിക്കും. പക്ഷെ സർവശക്തനായ ദൈവപുത്രൻ ഈ ഭൂമിയിൽ മരണത്തിന്റെ ഭീകരമായ വെപ്രാള സമയത്ത് താഴേന്ന് പരിശുദ്ധ അമ്മയെയും ഈശോയെയും നിന്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? എത്ര ഭീകരമാണ് ആ സങ്കടങ്ങൾ, വേദനകൾ അല്ലെ? അത് പരിശുദ്ധിയുടെ 2 ഹൃദയങ്ങൾ അനുഭവിച്ച വേദന. ഇതേ മറിയത്തെ ഒരുപാട് നിന്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മകനെ പ്രസവിച്ചതിന് ഉള്ള ഒരു കൂലിയായിട്ട് കിട്ടിയതിന്റെ ഒരു വേദന, അതിന് നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞത് അറിയിക്കാൻ പറ്റാത്തൊരു നിന്ദനമായിരുന്നു. ഈശോയും അത് അനുഭവിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? പക്ഷെ ഈശോയുടെ മരണത്തിന്റെ അവസാനം എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ ഈശോ തല ചായച്ച് അവിടെ അവസാന ശ്വാസം അടക്കി കഴിയുമ്പോ അവിടെ പ്രകൃതി അങ്ങോട്ട് തകിടമറിയാണ്. മൊത്തം മാറി, ആ സിറ്റുവേഷൻ മൊത്തം മാറി. 3 മണി എന്ന് പറഞ്ഞാൽ എന്താ? വെയിലൊന്ന് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. ആ വെയിലിന്റെ ചൂടൊന്നും പോകുന്നില്ല. പക്ഷെ അന്ധകാരാവൃതമായി എന്നാ പറയണത്. പ്രകാശത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ നിന്നും ഈ ശ്വാസം, ആത്മാവ് വേർപിരിയുമ്പോ അന്ധകാരമായി. മനസ്സിലായോ? അപ്പോ ഈശോ പറയണ എന്താണ്? ഈ കർത്താവിന് ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും എന്ന് പറഞ്ഞതിന് ഇനിയിപ്പോ പറയാൻ അധികം നേരമില്ല. കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ? നമുക്ക് സ്നേഹമുള്ളവനെ ഓട് നമുക്കൊരു പ്രത്യേകമായ ഭയം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും, ആദരവുണ്ടാവും, സ്നേഹം ഉണ്ടാവും അല്ലെ? അതൊരു പ്രത്യേകമായ ഒരു വികാരമാണ് അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു, നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തി അറിയിക്കാതിരിക്കുമോ? അറിയിക്കില്ല. എന്തുകൊണ്ടാണ് അറിയിക്കുന്നത്? അവരറിയേണ്ട കാര്യമല്ലേ? വേദന ഉണ്ടാവും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് നമ്മൾ ആ കാര്യം മറച്ചു വെക്കുന്നത് അല്ലേ? അത് ഭയം എന്ന് പറഞ്ഞാല് മനുഷ്യൻ ചിന്തിക്കുന്ന ഭയമാണോ? അത് പേടിയാണോ? അത് സ്നേഹത്തിന്റെ ഒരു ഒരു പ്രൊട്ടക്ഷനാണത് അല്ലേ? ഇത് ഈ ഒരു സ്നേഹത്തിന്റെ ഒരു അനുഭവത്തിലാണ് മനുഷ്യർക്കും ദൈവത്തോടുള്ള ആ ഭയം ഉണ്ടാകേണ്ടത് അല്ലെ? ദൈവത്തിന്റെ മുമ്പിൽ ഇപ്പൊ ഞാൻ ഇന്ന് എറണാകുളത്ത് പോയി, കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് രാവിലത്തെ കുറച്ച് പ്രെയർ ഒക്കെ ചെയ്തു. പക്ഷേ ഞാൻ കയ്യിൽ ജപമാലൊക്കെ പിടിച്ച ഇടയ്ക്ക് ഞാൻ ഓർക്കുമ്പോ നന്മ അറിഞ്ഞില്ല. അപ്പോ നന്മ അറിഞ്ഞു പറയുക ചെല്ലുമെങ്കിലും എനിക്കത് ഇടയ്ക്ക് നമ്മള് ലോകത്തിലായിപ്പോ എപ്പോഴും ഇങ്ങനെ അപ്പൊ ഓർക്കുമ്പോ ചെല്ലും. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ദൈവമേ ഇന്ന് പ്രാർത്ഥനാ ശൈലി പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പൊ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വർത്താനം പറഞ്ഞ് ഒരു അരമണിക്കൂർ കഷ്ടി ഉണ്ടായുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വർത്തമാനം പറയുന്ന സമയം ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാനുള്ള സമയം കൂടി അത് ഇന്നും കൂടെ പോയി അരമണിക്കൂറിനൊന്നും ആയില്ലല്ലോ. അപ്പൊ ഞാൻ ദൈവമേ ഇന്നെന്താ പറയുന്ന, എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മള് സാധാരണ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, നമ്മള്
ജോലിക്ക് പോയെങ്കിൽ ജോലിയുടെ കാര്യം പറഞ്ഞ് നമുക്ക് അത്രയും സമയം പോയി എന്ന് പറയും. അല്ലാണ്ടുള്ള ജീവിതങ്ങളാകുമ്പോ എന്തെല്ലാം സമയങ്ങൾ, എന്തോരം സമയം ഉണ്ടെങ്കിൽ തികയാത്ത അവസ്ഥയാണ്. അപ്പൊ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ മനുഷ്യന്റെ അവസ്ഥ എന്തൊരു ഭീകരമാണ് കർത്താവേ. ഞാൻ ബസ്സിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, പ്രാർത്ഥിക്കാത്തവന്റെ ജീവിതം എത്ര അന്ധകാരമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നല്ലൊരു ആത്മബലം കിട്ടാനായിട്ട്. നമ്മൾ കർത്താവിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്, അല്ലേ? പ്രത്യേകിച്ച് ആത്മീയമായ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്? ചിലപ്പോ അവർക്ക് വേണ്ടിയൊന്നും ആയിരിക്കില്ല, അവനവന് വേണ്ടി. ദൈവഭയമുള്ളൊരു മനുഷ്യൻ ഒരിക്കലും അവനവന് വേണ്ടി പ്രാർത്ഥിക്കില്ല, അല്ലേ? അവനവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയനും യഥാർത്ഥ ആത്മീയനല്ല. അത് കർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഞാന് വീട്ടിലിങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തലകുത്തി വരുമ്പോഴേക്കും ഞാൻ തെറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ഞാൻ ഓർക്കും അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമല്ലേ, ദൈവമല്ലേ അത് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോ ദൈവമല്ലേ അത് ശ്രദ്ധിക്കേണ്ടത്, എന്റെ ഉത്തരവാദിത്തമാണോ എന്ന് പറഞ്ഞ് കർത്താവിനോട് വഴക്ക് കൂടാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യം ദൈവത്തിനോടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദ്യം പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, അല്ലെ? അപ്പൊ അത് എന്തിന്റെ ബേസിലാണ്? സ്നേഹത്തിന്റെ ബേസിലാണ്, അല്ലെ? ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെ അതിജീവിക്കാൻ പറ്റും. ഈ സ്നേഹം നമ്മളിൽ ഉറഞ്ഞുകെട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അന്ധകാരം വരുന്നത്. അന്ധകാരം മാറണമെങ്കിൽ പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ പ്രാർത്ഥിക്കാത്തവനാണ് അന്ധകാരത്തിൽ ജീവിക്കുന്നത്. അവനാണ് ഹൃദയത്തില് അഹന്ത പെരുത്ത അവസ്ഥയിൽ, ഹൃദയ വിചാരത്തില് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഒരിക്കലും അഹങ്കരിക്കാനുള്ള അവസരമില്ലെന്ന് അവനറിയാം. പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ റിയൽ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് അഹങ്കരിക്കാനൊന്നുമില്ലെന്ന് അവൻ വ്യക്തമായ ബോധ്യത്തോടെയാണ് അവൻ ജീവിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ജയിലറയിലുള്ള ആളുകളെ പോലും കാല് കഴുകുന്നതിന് വളരെ സന്തോഷത്തോടെയൊക്കെ ചെയ്തത്. എന്തുകൊണ്ടാണ്? അത് ആ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥിക്കാത്ത വ്യക്തിയുടെ മുമ്പില് എന്ത് ചെയ്താലും അവന് അഹങ്കരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ദൈവമായ ഈ നോമ്പുകാലത്തില് ദൈവഭയമുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവാനും, അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ അവസാനത്തെ കുറിച്ച് ഓർക്കണമെന്ന് വചനം പറഞ്ഞത് വെറുതെ അല്ല. എന്താണ്? മരണ ദിവസം അവന് അനുഗ്രഹീതനാകണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മള് എല്ലാം എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ലെന്നല്ല, 100% ഉറപ്പാണ്, അല്ലേ? നമ്മളെ നമ്മളെ ഏൽപ്പിച്ച, നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യവും കംപ്ലീറ്റഡ് അല്ല. പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാ മതി. സിമ്പിൾ അല്ലേ? പറയാനൊക്കെ സിമ്പിൾ ആണ്, ജീവിക്കാനാണ് ബുദ്ധിമുട്ട്, അല്ലേ? അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി പ്രത്യേകം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ